ഹായ് ഗായ്സ്, ഇതെൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേദിവസമാണ്. അതായത് മെയ് 23 വെള്ളിയാഴ്ച. അന്ന് ഭയങ്കര ബിസി ഡേ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ആദ്യം തന്നെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. ഫേഷ്യൽ ചെയ്യാനുണ്ടായിരുന്നു, ഒരു മാനിക്യൂർ ചെയ്യാനുണ്ടായിരുന്നു, ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ആസ് യൂഷ്വൽ എൻ്റെ ബ്രൈഡ്സ് മെയ്ഡായിട്ട് വരുന്നത് നമ്മുടെ അച്ചുവാണ്. അപ്പം ഞാനും അച്ചുവും ചേട്ടനെ ഞങ്ങളവിടെ കൊണ്ടാക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞാനും അച്ചും കൂടെയാണ് കേട്ടോ പോയത്. പിന്നെ എൻഗേജ്മെൻറ്റ് ദിവസം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു വെച്ചാൽ അത്ര എക്സൈറ്റഡും ആയിരുന്നില്ല, ബട്ട് നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ. ഒരു പ്രത്യേക ഒരു ഫീലാണത്. നല്ല രസമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ആക്ച്വലി നമ്മുടെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ പാർലറിലെത്തിയിട്ട് ഫേഷ്യൽ ചെയ്തു, ത്രെഡൊക്കെ ചെയ്തു, മാനിക്യൂറും ചെയ്തു കേട്ടോ. അത് ഞാൻ ഏൽപ്പിച്ചത് അച്ചുവിനെ വീഡിയോ എടുക്കാൻ. അവൾ നല്ല മിടുക്കിയായിട്ട് വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നില്ല, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ അവളുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല അത്രേ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ക്ലിപ്സ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പാർലറിലത്തെ യുദ്ധം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കഫേയിലേക്ക് കയറി. കഫേ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ബേക്കറിയിൽ കയറി. വേറെ ഒന്നുമല്ല, ചേട്ടനും ചേച്ചിയും വരണം, നമുക്ക് തൃശ്ശൂർ പോകണം, റെൻ്റൽ ജ്വല്ലറി എടുക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും ചേച്ചിയും വരുന്നത് വരെ നമ്മൾ പോസ്റ്റ് ആവരുതല്ലോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് പാർലറിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ 2 പേർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഞാനൊരു പപ്സും ചായയാണ് കുടിച്ചത്. അച്ചു ഒരു കട്ട്ലറ്റ് മാത്രമേ കഴിച്ചുള്ളൂ തോന്നുന്നു. അവൾ ഡയറ്റ് അത്രേ, അതുകൊണ്ട് അധികം ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും കൂടെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു കേട്ടോ. കാരണം അവർ വരാൻ നല്ല സമയം എടുക്കും. പിന്നെ ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല, കാരണം എനിക്ക് ഓൾറെഡി ഞാൻ ടയർഡായിരുന്നു. എനിക്ക് ഭയങ്കര കോൾഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി, ഇത് കഴിച്ചിട്ട് ഇനി എൻ്റെ മെയിൻ ഡേ ഞാൻ കൊണ്ട് കൊള്ളാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഐസ്ക്രീം ഒഴിവാക്കി. പിന്നെ ചേട്ടനും ചേച്ചിയും വന്നപ്പോൾ നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. എനിക്ക് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഹൈലൈറ്റ് മാളിലെ ആഗ്ന എന്ന് പറഞ്ഞ നെയിൽ ആർട്ട് സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. നല്ല സർവീസായിരുന്നു. ഞാൻ ഫ്രഞ്ച് നെയിൽസ് ആണ് ചെയ്തത്. പിന്നെ എൻ്റെ ഓൺ നെയിൽസിൽ തന്നെ ചെയ്തത്. ജെൽ പെയിൻറ്റ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്, ജെൽ പോളിഷ്, അതാണ് നമ്മൾ ചെയ്തത്. ജസ്റ്റ് ഫ്രഞ്ച് ടിപ്പും കൊടുത്തു. അധികം ഹെവി ആയിട്ടുള്ളതൊന്നും നമ്മൾ ചെയ്തില്ല. എക്സ്റ്റൻഷനും വെച്ചില്ല, കാരണം എനിക്ക് മൺഡേ തൊട്ട് വർക്കിംഗ് ആയിരുന്നു, ജോബിലൊക്കെ കയറണം. അപ്പോൾ റൈറ്റ് ഹാൻഡിലൊക്കെ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു നെയിൽ ആർട്ട് മാത്രം ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആരും അധികം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിൽ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് എടുത്തിട്ട് അവിടെ തന്നെ സൈഡിൽ ഇരിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടാണ് കഴിച്ചത്. എനിക്കാണെങ്കിൽ നെയിലാർട്ട് ചെയ്തതുകൊണ്ട് കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടാണ് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ പർച്ചേസ് ഉണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വെൽക്കം ഡ്രിങ്കും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളായിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിലെ സൂപ്പർ മാർക്കറ്റ് ഒന്ന് കിടന്ന് കറങ്ങി. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ റെൻ്റൽ ജ്വല്ലറി എടുക്കാൻ പോകാനായിട്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ റെൻ്റൽ ജ്വല്ലറി എടുക്കാനാണ്. അവിടെയും ഒന്ന് തപ്പി, കാരണം എൻ്റെ ജ്വല്ലറി മാത്രമേ ഞാൻ പോയി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ 2 സിസ്റ്റേഴ്സിനും എടുക്കണമായിരുന്നു. അപ്പോൾ അവർ 2 പേരും നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോന്നു. പോരുമ്പോഴാണെങ്കിലോ മുടിഞ്ഞ ബ്ലോക്ക്. അവിടെ നിന്ന് നേരെ പോയത് മൈലാഞ്ചി ഇടാനാണ് കേട്ടോ. ബ്ലോക്കിലാണ് കൂടുതൽ സമയം പോയത്. അങ്ങനെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ 7:15 ആയിട്ടുണ്ട്. 7:15 7 മണിയായപ്പോൾ എത്തിക്കാണു കേട്ടോ. എന്നിട്ട് ഒരു 7:15 ആയപ്പോഴാണ് നമ്മൾ മൈലാഞ്ചി ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നന്നായിട്ട് ഇട്ടുതന്നു കേട്ടോ. ഞാൻ ഏത് ഡിസൈനാണോ കാണിച്ചത് അത് അങ്ങനെ തന്നെ എനിക്ക് ഇട്ടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പതുക്കെയാണ് മൈലാഞ്ചിയൊക്കെ ഇട്ടത് കേട്ടോ. ഞാനൊരു 2 മണിക്കൂറൊക്കെ മൈലാഞ്ചി ഇടാൻ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു കേട്ടോ. 5 മണിക്കൂർ എടുത്തു ഗൈസ്, 5 മണിക്കൂർ. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയത് നട്ടപ്പാതിരയ്ക്ക് 12:30-ക്കാണ്. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പ് നമ്മുടെ തലേദിവസത്തെ ക്ലിപ്പാണ്. 24-ാം തീയതി നൈറ്റിലത്തെ ക്ലിപ്പാണ് കേട്ടോ. മോർണിംഗ് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ വാവയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഓഫീസിലത്തെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുൾ ബിസി ഡേ ആയിരുന്നു. അതുകൊണ്ട് ബാക്കി ക്ലിപ്സ് ഒന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് തലേദിവസം നൈറ്റ്. പിന്നെ നമ്മൾ നൈറ്റ് സ്റ്റേജ് നോക്കാൻ പോയി, എങ്ങനെയുണ്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നോക്കാനായിട്ട് പോയി. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നുറങ്ങി. അങ്ങനെ ഇന്നാണ് നമ്മൾ കാത്തിരുന്ന എൻ്റെ എൻഗേജ്മെൻറ്റ് ദിവസം, മെയ് 25. അപ്പോൾ ഞങ്ങൾ നേരത്തെ എണീറ്റു കേട്ടോ. 3:30-ക്ക് ഞാൻ എണീറ്റു, കാരണം 5 മണിയാകുമ്പോഴേക്കും പാർലറിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിച്ച് ടോപ്പ് ഇട്ടു, അതിൻ്റെ മീതെ വേറൊരു ടീഷർട്ടും കൂടെ ഇട്ടു കേട്ടോ, കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ ഡ്രസ്സുമേ ആവേണ്ടാന്ന് വെച്ചിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് കാപ്പി മാത്രമാണ് ഞാൻ കുടിച്ചത്. വേറെ ഒന്നിനും നമുക്ക് സമയമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് അപ്പോൾ കഴിക്കാനും പറ്റില്ല. പാർലറിലെത്തിയ ഉടനെ വേഗം തന്നെ ചേച്ചി ഹെയർ ഡ്രൈ ചെയ്തിട്ട് ഹെയർ ക്രിംപ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആകെ ഐ മേക്കപ്പും ഹെയറും മാത്രമേ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ചേച്ചി ചെയ്തു തന്നു കേട്ടോ. ഞാൻ പൊന്നൂസ് മേക്ക് ഓവറിലാണ് മേക്കപ്പ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. വർക്ക് ചെയ്യാനൊക്കെ നൈസായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയതാട്ടോ, എങ്ങനെയുണ്ട് വീഡിയോയിൽ മേക്കപ്പ് എന്ന് അറിയാനായിട്ട്. മറ്റേത് നമ്മുടെ പാർലറിനുള്ളിലത്തെ ലൈറ്റിലല്ലേ കണ്ടത്, അപ്പോൾ പുറത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വീഡിയോ എടുത്ത് നോക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ മേക്കപ്പിനെ പറ്റിയൊക്കെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ടെൻസ്ഡ് ആയിരുന്നില്ല കേട്ടോ ഗൈസ്, തീരെ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല, ഹാപ്പി ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത്, ഞാൻ എൻ്റെ അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്തു. നന്നായി മിസ് ചെയ്തെന്ന് വെച്ചാൽ ഓരോ മിനിറ്റും എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ കസിൻ എടുത്തൊരു ക്ലിപ്പാണ്, നല്ല ക്ലിപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇവിടെ ആഡ് ചെയ്തേ ഉള്ളൂ. പരിപാടിയൊക്കെ നന്നായി നടന്നു. അച്ഛനൊപ്പം ഇല്ലെങ്കിലും അച്ഛൻ്റെ ബ്ലെസ്സിങ്സും പ്രസൻസും അവിടെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ പരിപാടിയും വളരെ അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പിക്സ് ഇതിൽ എൻഡിൽ ആഡ് ചെയ്യാം.